കയ്യിൽ 5ന്റെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ EMI ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ടൈൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു ബുക്ക് മാച്ച് സീരീസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു സൈസ് ഏതാണ്? സമയം നമുക്കൊരു 195 രൂപയ്ക്ക് നമുക്ക് ഇത് കിച്ചണിലേക്ക് മനോഹരമായിട്ട് ചെയ്ത് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? മൊറോക്കൻ സീരീസ് നമുക്ക് കിച്ചൺ മാത്രമല്ല നമുക്ക് ബെഡ്റൂമിൻ്റെ ഒരു 4x2 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ് വരുന്നത്? കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ കണ്ട ടൈല് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിച്ചേരും. ഒരു വീട് പണിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ വിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോൾ ഈ ടൈൽസ് അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ മിക്കവാറും ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പല ഷോപ്പുകളിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംഗതിയാണ് അതാത് ജില്ലകളിൽ ഇത്തരത്തിലുള്ള ടൈൽസ് ഷോപ്പുകൾ പരിചയപ്പെടുത്തിക്കൂടെ. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എറണാകുളത്തൊരു ടൈൽ ഷോപ്പ് നമ്മൾ കാണിക്കുവാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ചെയ്യുക ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ടൈൽ പർച്ചേസ് ചെയ്താൽ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരും എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. കേരളത്തിലുടനീളം ഫ്രീ ഡെലിവറി മാത്രമല്ല കേട്ടോ, കയ്യിൽ 5ന്റെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ EMI ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ടൈൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. 0 കോസ്റ്റ് EMI ആണ്. ജസ്റ്റ് ഒരു സർവീസ് ചാർജ് മാത്രമാണ് കൊടുത്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലുള്ള നമുക്ക് ബിഗ് സൈസും അതുപോലെ തന്നെ സ്മാൾ സൈസ് ടൈലുകളുടെയും പ്രീമിയം ടൈലുകളുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഞാനുള്ളത് നമ്മുടെ സ്റ്റോൺ ഗാലറിയിലാണ്. ഇത് നമ്മുടെ ഷോറൂം മാനേജർ ആഷിഖാണ്. ആഷിഖെ നമസ്കാരം. നമസ്കാരം. ആഷിഖെ, ഈ ഒരു ഷോപ്പിലെ ശരിക്കും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസിൽ അടിപൊളിയായിട്ട് നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അല്ലെങ്കിൽ വലിയ ഷോപ്പുകളിൽ കാണുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് നമ്മുടെ ടൈൽസിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡ് ക്വാളിറ്റിയാണ്. അതെ, നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സംഗതി നമ്മൾ ബ്രാൻഡ് ടൈൽസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ മീഡിയം ബ്രാൻഡ് ഇല്ല, കുറഞ്ഞ ബ്രാൻഡ് ഇല്ല, ഓൺലി നല്ല പ്രീമിയം ബ്രാൻഡ് ടൈൽസ് മാത്രം. ഒരു ലൈഫ് ലോങ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ധൈര്യം പറ്റും. നമ്മൾ ലൈഫ് ലോങ് വാറന്റി നമ്മൾ കസ്റ്റമർ അടുത്ത് പറയുന്നത് ആണ്. അതെ, ലൈഫ് ലോങ് വാറന്റി നമ്മൾ കസ്റ്റമർ അടുത്ത് പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഞാൻ അടുത്ത ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഇൻട്രോയിൽ പറയുമായിരുന്നു, നമ്മൾ നേരത്തെയൊക്കെ ഏതെങ്കിലും ടൈൽ എടുത്തിട്ട് ഫ്ലോറിലേക്ക് വിരിക്കുന്നതിന് പകരം ഇന്ന് നമ്മുടെ പിന്നെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു സൈസ് ഏതാണ്? നമുക്ക് സൈസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6x4 സൈസ് തന്നെയാണ്. ഈ ഒരു സൈസ് തന്നെ? അതെ അതെ. നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ഉള്ള ഐറ്റം ഈ ഒരു 6x4 ആണ്. എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ക്ലയൻറ്റ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജോയിൻ ഫ്രീ ആയിട്ട് ഇത് വിരിക്കാനായിട്ട് പറ്റും അല്ലേ? ഒരു മാർബിൾ ഫിനിഷ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു മാർബിൾ ഫിനിഷ് ഡിസൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഗ്ലോസിയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര ടൈപ്പാണുള്ളത്? നമുക്ക് ഗ്ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഗ്ലോസി വരും. ഒന്ന് നോർമൽ ഗ്ലോസി, ഒന്ന് ഹൈ ഗ്ലോസി. 2 സീരീസ്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നോർമൽ ഗ്ലോസി, ഹൈ ഗ്ലോസി 2 സീരീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ സ്റ്റാറ്റുവാരി ഡിസൈൻ എന്നൊക്കെ പറയും. ഓക്കെ, അത് നമുക്ക് ഏകദേശം നമ്മൾ ടൈൽസ് തുടങ്ങിയ ഒരു ടൈം മുതലേ ഉള്ളൊരു നമുക്കൊരു പാറ്റേൺ ആണ്. ഇതെല്ലാം നമുക്ക് ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. ഇതെല്ലാം ഗ്ലോസി ഫിനിഷ് ആണ്. പിന്നെ ഇതിലേക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ ഗ്ലോസി ആണോ? ഹൈ ഗ്ലോസി ആണ്. ഹൈ ഗ്ലോസി സീരീസ് ഇതിനകത്ത് ഇപ്പോൾ ഏതാണ് വരിക? ഹൈ ഗ്ലോസി നമുക്ക് ഇതിൽ ഇത് ശരിക്കും ഒരു നമ്മുടെ ഈ നോട്ട് ബുക്ക് മറക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇത് നമ്മുടെ ഹൈ ഗ്ലോസി സീരീസ് ആണ് അല്ലേ? ഇത് ഗ്ലോസി വെച്ചിട്ട് നമുക്ക് ആ ഗ്ലോസിനെസ് കുറച്ചുകൂടി ഹെവിയാണ്. നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ഒരു ഫിനിഷിങ്ങിലും അതുപോലെ നമുക്ക് ഒരു ലൈറ്റും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. ഇതിന്റെ ഒരു ഗ്ലേസിങ്ങിന്റെ ഒരു സംഗതി നമുക്ക് എടുത്ത് തന്നെ കാണാൻ പറ്റും. ഈ ഒരു വലുപ്പം കൂടിയ ടൈലിലേക്ക് ഇനി നമുക്ക് ഒരു ഗ്ലോസ്നെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് വരുന്നത് മാറ്റാണ് അല്ലേ? മാറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു 2 ടൈപ്പാണ് നോർമലി വരുന്നത്. അതായത് നോർമലി നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ നോർമൽ മാറ്റ് വരുന്നുണ്ട്, കാർവിംഗ് മാറ്റ്. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാർവിംഗ് മാറ്റ് വരെ 2 സ്പീഡ് കാർവിംഗ് മാറ്റിനെക്കാളും നല്ലൊരു പോസ്റ്റ് മാറ്റ് എന്നുള്ള സംഗതിയും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രാജാവ് എന്നൊക്കെ പറയാം എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു സിമൺ ടെക്സ്ചർ ഫിനിഷാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സാധനമാണ്. ഇനി നമുക്ക് തോന്നുന്നു ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ കാർവിംഗ് മാറ്റ് അല്ലേ? ഇപ്പൊ കൂടുതൽ ആളുകളും അതിലേക്കാണ് പോകുന്നത്. നോർമൽ മാറ്റിന്റെ സംഗതി നമുക്ക് ഇപ്പോൾ കാലം കഴിഞ്ഞു തന്നെ പറയാം. കൂടുതൽ ഈ ഒരു കാർവിംഗ് മാറ്റ് തന്നെ വരുള്ളൂ. നോർമൽ മാറ്റ് കാരണം നമുക്കൊരു എൻക്വയറി കാരണം അങ്ങനത്തെ ഇല്ല. കാർവിംഗ് മാറ്റിലേക്ക് മാറി, ആൾക്കാരുടെ ചിന്താഗതി മാറി.
എല്ലാം കാർവിംഗ് മാറ്റിലേക്ക് മാറി. ഈ കാർവിംഗ് സീരീസിൽ എപ്പോഴും വരുന്ന സമയത്ത് നമുക്കൊരു പ്ലെയിൻ ഫീൽ അല്ല കിട്ടുക. അല്ലല്ല, നമുക്ക് ചെറിയ ഒരു എന്താ പറയുക, ഒരു ഡെപ്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഇത് ക്ലീനിങ്ങിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പലപ്പോഴും? ഇല്ല, നോർമലി നമുക്ക് ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു പഞ്ചിങ് ആണ് ഇതിൽ വരുന്നത്. കാർവിംഗിന്റെ ഇതിൽ പഞ്ചിങ് ആണ്. അത് നമുക്ക് അത്രയും ഒരു ഗ്യാപ്പ് വരുന്നതിന് പോലെ അതൊരു മൈൻഡോട്ട് ഗ്യാപ്പ് വരുന്നുള്ളൂ. അതിനകത്ത് ഒരിക്കലും ചളി ഇരിക്കുക എന്നുള്ള സംഗതി വരുന്നില്ല. നമുക്കൊരു തെറ്റായ ചിന്താഗതിയാണത്, പലരുടെയും ഡൗട്ടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് പറയാം, അതിൽ ഗ്യാപ്പിൽ ചളി ഇരിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് ഒറ്റ ക്ലീനിങ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഗ്ലോസി മാറ്റ്, അതുപോലെ തന്നെ മാറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്ലോസി ആണ് ഒന്നുകൂടി ക്ലീനിങ് പ്രോസസ്സിങ് നല്ലത്. എന്നാൽ പോലും മാറ്റിൽ ഈ പറഞ്ഞ പോലെ ചളി ഇരിക്കുക കാര്യങ്ങളുള്ള വിഷയം നമുക്ക് വരില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഗ്ലോസി ഫിനിഷ് ടൈൽ എന്ന് പറഞ്ഞത് എപ്പോഴും സ്ക്രാച്ച് വീഴാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ഒരു മാറ്റ് ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇത് സ്ക്രാച്ച് വീഴില്ലേ? ശരിയല്ലേ? ശരി അല്ലേ? കാർവിംഗ് സീരീസിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ആ ഒരു മാറ്റ് സീരീസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശരിക്കും അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുള്ള ഒരു സാധനമാണ്. നമുക്ക് ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും. ഇത് പോസ്റ്റ് മാറ്റ് ആണ് അല്ലേ? പോസ്റ്റ് മാറ്റ്. ഇത് ശരിക്കും ഇതിന് എന്താണ് പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചളി ഇരിക്കുക, വെള്ളം നിൽക്കുന്ന സംഗതിയൊക്കെ പറഞ്ഞല്ലോ. അതെ. ഈ ഒരു സംഗതി നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ മലയാളത്തിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചേമ്പിന്റെ ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ നമ്മളൊരു വെള്ളത്തുള്ളി ഇട്ട് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തുള്ളി ഇങ്ങനെ സെപ്പറേറ്റ് പുറത്ത് ആ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് മാറ്റിന്റെ പുറത്ത് നമുക്ക് അറിയാൻ പറ്റും. അതായത് 0% വാട്ടർ അബ്സോർവ് ഇല്ല അല്ലേ? അബ്സോർപ്ഷൻ കുറവാണ് അല്ലേ? ആ രീതിയിലാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പല ഷോപ്പുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈൽ സെലക്ട് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മദർ അവരൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ കൊണ്ട് നടന്ന് കാണിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഡബിൾ സൈഡ് ആയിക്കോട്ടെ അല്ലേ? ഒരുപാട് ഡിസ്പ്ലേ ഇവിടെ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പോർഷനിൽ തന്നെ എനിക്ക് നമുക്കൊരു 50 മുകളിൽ ടൈൽസ് നമ്മൾ അല്ലേ കണ്ടു. ഇപ്പോൾ പറഞ്ഞതൊക്കെ നമുക്ക് വലിയ ബിഗ് സൈസ് ടൈലുകളാണ്. അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യലായിട്ട് കാണിക്കാൻ പറ്റുന്ന ഏതാ ഒരു മോഡൽ ഉണ്ടാ? നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ബുക്ക് മാച്ച് സീരീസ്. ഓക്കെ. അതായത് ഈ ഒരു കാണാൻ പറ്റും നമുക്ക്. അതെ. നമുക്കൊരു ബുക്ക് മാച്ച് സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ തന്നെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ ഇപ്പോഴത്തെ ഒരു നമ്പർ 1 ട്രെൻഡിങ് നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ബുക്ക് മാച്ച് സീരീസ് എന്ന് പറയുന്നത്. ശരി. നമുക്ക് മിനിമം ഒരു 4 ടൈലെങ്കിലും വിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിന്റെ ഒരു ചെറിയ സ്പേസിലൊക്കെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് 4x2 അവൈലബിൾ ആണ്. നമുക്ക് റൂം ഹോൾക്കും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു 4x2 ഇതിന്റെ സെയിം സൈസ് തന്നെയാണ് വരുന്നത്, സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാണ് വരിക? നമുക്ക് ബുക്ക് മാച്ച് സീരീസിന് നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രമല്ല, ബുക്ക് മാച്ച് നമുക്ക് വീണ്ടും വേറെ ഡിസൈൻസ് ബുക്ക് മാച്ച് സീരീസിന് നമുക്കല്ല, നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ടുള്ള സ്കീമാണ് നമ്മൾ ഇട്ടുള്ളത്. ശരി. നമുക്ക് 70 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നമ്മൾ ഇട്ടുള്ളത്. അതായത് നമ്മുടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമ്മൾ ഫ്രീ ഡെലിവറി അടക്കം നമ്മൾ പറയുന്ന എല്ലാ റേറ്റും നമുക്ക് അതിൽ ഡെലിവറി ഉൾപ്പെടെയാണ്. ഡെലിവറിക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു രൂപ പോലും നമ്മൾ സെപ്പറേറ്റ് കസ്റ്റമറായി നമ്മൾ വാങ്ങിക്കില്ല. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെ മറ്റൊരു ഡിസൈനാണ് ഈ ഒരു വാളിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ ബുക്ക് മാച്ച് സീരീസിൻ്റെ. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള സാധനം, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ, മാറ്റ് ഫിനിഷിലാണ് ആ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ ഫീല്! ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സൈഡിൽ മൊറോക്കൺ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ മൊറോക്കൺ സീരീസ് ഉണ്ടോ? മൊറോക്കൺ സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് സൈസാണ് 5x3 അല്ലേ? 5x3 അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഗ്ലോസി ഫിനിഷാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എത്രയാണ് റേറ്റ് വരിക? നമുക്ക് ഒരു 5x3 നമുക്ക് 50 മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത്. ഇതെന്തായാലും ഭയങ്കര ഒരു നല്ല പരിപാടിയാണ് കേട്ടോ. ഇതെല്ലാം ഗ്ലോസി ഫിനിഷും ഹൈ ഗ്ലോസി ഫിനിഷും. ഹൈ ഗ്ലോസിയും ഗ്ലോസി മിക്സ്ഡ് ആണ് വരുന്നത്. 4x2 അല്ലേ? ഇതെനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ബാത്റൂം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് മാറ്റ് ഫിനിഷ് ആണ് അല്ലേ? നമുക്ക് മാറ്റും ഗ്ലോസിയും ഇത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ആ ടോപ്പിലുള്ളത് ഗ്ലോസി ആണ്, താഴത്തുള്ളത് മാറ്റ് ആണ്. ഇത് ഗ്ലോസി ആണ്, ഇത് മാറ്റ് ആണ്. എന്നാൽ വലിയ കളർ ഡിഫറൻസ് ഇല്ല. നമുക്ക് ഇതിനെ അപേക്ഷിച്ച് നമുക്ക് ഒരു ഇതൊക്കെ നമുക്കൊരു റെയിൻബോ സീരീസ് എന്ന് പറയും. അത് പാസ്റ്റൽ ഡിസൈൻസ് ആണ്, നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഷെയ്ഡിങ് വരുന്ന ടൈപ്പ്. ഇതിനൊക്കെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ഗ്ലോസി ചെയ്താൽ മാറ്റ് ചെയ്താൽ നമുക്കൊരു കുറച്ച് ലോങ് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും ഒരു പെർഫെക്ഷൻ ആയിട്ട് ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗ് വന്നിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതെല്ലാം. നമ്മൾ പലപ്പോഴും ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോർ ആൻറ്റി സ്കിഡ് ടൈലാണ് നമ്മൾ ചെയ്യുക. അന്നേരം നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് പലപ്പോഴും മാറ്റ് ഫിനിഷ് കിട്ടലില്ല. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം പറഞ്ഞ പോലെ നമുക്ക് റെയിൻബോ സീരീസും അതുപോലെ ഇതൊക്കെ ഹൈ ഗ്ലോസി സീരീസാണ്. ഓക്കെ ശരി. അത് അത്യാവശ്യം ആ ലെവൻഡറൊക്കെ നല്ല കളറാട്ടോ. ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു 4x2 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് 36 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു
സ്റ്റാർട്ടിങ് മുതലേ ഉള്ള കുറേ അധികം ഡിസൈൻസ് ആണ്. നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ന്യൂലി നമുക്ക് എവിടെയും കാണാത്ത കുറേ ഡിസൈൻസ് ഇതിനകത്ത് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് അധികം കളക്ഷൻസ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതെ, ഇത് നമുക്ക് ഒരു ശരിക്കും ഒരു മാർബിൾ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു 4x2 മോഡലാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 6x അല്ലെങ്കിൽ 6x4 വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന കുറേ അധികം ഡിസൈൻസുകളുണ്ട്. സെയിം മോഡലായിട്ട് നമുക്ക് 4x2 2-3 ഡിസൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതെ, കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് സാധിക്കും. നമുക്ക് നോർമലി ഒരു സാധാരണക്കാരന്റെ സംഗതിയിൽ വരുമ്പോൾ നമുക്ക് ഒരു 4x2 എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം, ഈ ഒരു ഐറ്റം ആണ് എപ്പോഴും ഒരു കസ്റ്റമറുടെ മനസ്സിൽ ആദ്യം വരുന്ന ഐറ്റം. കാരണം നമുക്ക് ആദ്യം ഇപ്പോൾ 6x4 നമുക്ക് റേറ്റ് ചോദിക്കണമായാലും നമുക്ക് കസ്റ്റമർ നമുക്കൊരു എൻക്വയറി വരികയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ 4x2 സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര, 4x2 അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലേബേഴ്സിനും അതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം അവർക്കിത് ലേ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം കൂടിയാണ് ഈ 4x2. ഫ്ലോറിങ്ങിന് കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വുഡൻ സീരീസ് അല്ലേ? അല്ലെങ്കിൽ വുഡൻ പ്ലാങ്ക്സോ വുഡൻ സ്ട്രിപ്സോ അങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഈ ഓക്ക് വുഡ് അതുപോലുള്ള കളേഴ്സ് ആണ്, വുഡ് ചെറിയ വുഡ് അതുപോലെ വരും. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇതിലിപ്പോൾ 2 ടൈപ്പായിട്ടാണ് ഈ ഒരു വുഡൻ ഫിനിഷ് വരുന്നത്. നോർമൽ മാറ്റ് വുഡ്, ഇതാണ് ഒറിജിനൽ നോർമൽ മാറ്റ് വുഡ്. ഇതിൽ തന്നെ നമുക്കൊരു പ്രത്യേകത സീരീസ് ആണ് നമ്മുടെ ലാമിനേഷൻ വുഡ്. ലാമിനേഷൻ വുഡ് അല്ലേ? നമ്മുടെ ഒരു വിനീർ ഫിനിഷ് പോലെയൊക്കെ ഇരിക്കുന്നത് അല്ലേ? അതെ അതെ, നമുക്ക് കണ്ടാൽ തന്നെ അതിന്റെ ഒരു ഫിനിഷിംഗ് തന്നെ മാറ്റം വരും. അത് കാണുമ്പോൾ നമുക്ക് അതിന്റെ ഫീൽ മനസ്സിലാവും. ഗ്ലോസി, നമുക്കൊരു മാറ്റിന്റെ മുകളിൽ നമുക്ക് ഗ്ലോസി ലാമിനേഷൻ ചെയ്ത് വരുന്ന സീരീസ് ആണ്. ഈ ടോപ്പിലേക്കൊക്കെ ഇരിക്കുന്ന ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. അതായത് ഒരു ട്രിപ്പാണ്, നമുക്ക് പാനൽ ബോർഡ് നമുക്ക് രീതിയിൽ പറയാം. കൂടുതൽ നമുക്കൊരു വാളിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് വരും. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിങ് എത്രയാണ് റേഞ്ച് വരിക? നമുക്ക് ഏകദേശം നമുക്കൊരു 60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് പ്രത്യേകിച്ചും നമുക്ക് കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങൾ, ഇനി അതല്ല ബെഡിന്റെ പുറകിലേക്കൊക്കെ വോളിലേക്ക് വരുന്ന പോർഷനിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കിച്ചൺ വോളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അല്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൊറോക്കൻ സീരീസ്. നമുക്ക് കിച്ചൺ മാത്രമല്ല, നമുക്ക് ബെഡ്റൂമിന്റെ എന്താ പറയുക ഹെഡ് ബോർഡിന്റെ പുറകിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടോയ്ലറ്റിൽ ഒരു ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 32 രൂപയാണ്. 32 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു ഓഫർ പ്രൈസ് പോലെ നമുക്ക് വരുന്നതാണ്. 32 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരും. കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഒരു എലഗന്റ് ലുക്ക് വേണം എന്നുള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ് ഈ കാണുന്നതൊക്കെ അല്ലേ? അതായത് 2400 800 സൈസിൽ നമുക്ക് ഫുൾ ബോഡിയും അതുപോലെ തന്നെ നമുക്ക് കളർ ബോഡി അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് കളർ ബോഡിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 160 മുതൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? നമുക്ക് അറിയാം, ഒരു ഗാലക്സി സീരീസ് ഗ്രാനൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എബോ 200 എബോ നമുക്ക് പ്രൈസ് പോകുന്ന സ്ഥലത്താണ് ഒരു 160 രൂപയ്ക്ക് മനോഹരമായിട്ടുള്ള അല്ലേ കുറേ അധികം കളർ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു കളർ സീരീസിലേക്ക് വരുവാണെങ്കിൽ ഒരു ഓൾഗ ബ്ലൂ ഉണ്ട്. ഇത് കുറേ കാലം ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ഉള്ള സാധനമാണ്. നമുക്ക് അതുപോലെ തന്നെ വേണ്ട ഒരു ലെതർ ഫിനിഷ്, ഇതെല്ലാം നമുക്ക് ഒരു 160 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഫുൾ ബോഡി ഉണ്ട്. ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഇത് മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഗ്രാനൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ള നാനോ വൈറ്റിൽ G7 സീരീസ് വൈറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 500 രൂപയ്ക്ക് മുകളിൽ വരുന്ന സാധനമാണ്. ഇതിന്റെ ഫുൾ ബോഡിയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 195 രൂപയ്ക്ക് നമുക്ക് ഇത് കിച്ചണിലേക്ക് മനോഹരമായിട്ട് ചെയ്ത് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നമ്മളെ വില കൂടിയ ടൈലുകൾ മേടിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും വിട്ടുപോകുന്നൊരു സംഗതിയാണ് ഈ അദസീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗം എന്നൊക്കെ പറയാം, ടൈൽ ഫിക്സ് ചെയ്യുന്ന ഗം എന്നൊക്കെ പറയാം. ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നിപ്പോൺ പെയിന്റിന്റെ അദസീവാണ് അല്ലേ? നമുക്ക് ഇത് തന്നെ ഏകദേശം ഒരു 4 ഗ്രേഡിലേക്ക് വരാം. T1 T2 T3 T4. മിക്കവാറും കമ്പനികൾക്കൊക്കെ ഈ ഒരു 4 ഗ്രേഡ് തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും T2 ബ്രാൻഡാണ് അല്ലേ? അതായത് നമ്മുടെ ബാത്റൂമിന്റെ വോളുകൾ അല്ലേ? അതുപോലെ തന്നെ ഔട്ട്സൈഡിലേക്ക് ഒരു സമയത്ത് ഏത് ഗ്രേഡിലേക്കാണ് പോവുക? നമുക്ക് അത്യാവശ്യം നമ്മളൊരു ചൂട് തട്ടുന്ന ഭാഗത്ത് ഹെവി ഭാഗങ്ങൾ നമുക്ക് T3 ഗ്രേഡ് ആണ്. നമ്മൾ T3 ഗ്രേഡ് ആണ്. ഇനി വലിയ ടൈലിലേക്കൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് T4 ആവശ്യം വരുന്നത്. നോർമൽ കേസിൽ നമ്മൾ വീടുകളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ നമുക്കൊരു 6-4ലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് T3ലേക്ക് പോകണം. ഫ്ലോറിൽ ചെയ്യാൻ നമുക്ക് T8 ധൈര്യം ചെയ്യാം. അതെ, വോളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് T3 T4ന്റെ അടുത്ത് നമുക്ക് സജഷൻ ചെയ്യേണ്ടി വരും. ഇനി ഇതിന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. പലപ്പോഴും ഇതിന്റെ ലാഭം നോക്കിയിട്ട് ഇതും സിമന്റുമായിട്ട് മിക്സ് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട്, അതുപോലെ മിക്സ് ചെയ്യാൻ പറയുന്ന ക്ലയൻസും ഉണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഇത് വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഈ സാധനം മാത്രം യൂസ് ചെയ്യുക. നമുക്ക് ഇതിന്റെ ഒരു റേറ്റിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും 20 kg വരുന്നത്? നമുക്ക് 20 kg ഇതിൽ ഏത് ഗ്രേഡാലും 20 kg വരുന്നത്. നമുക്ക് ഏകദേശം 350 രൂപ ഒരു ചാക്കിന്റെ റേറ്റ് വരുന്നുള്ളൂ അല്ലേ?
അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റോൺ ഗാലറിയുടെ വിശേഷം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ള കോഴിക്കോടാണ്. നമുക്ക് വേറെ എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത്? നമുക്ക് വേറെ തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുറ്റിപ്പുറം, മലപ്പുറം കുറ്റിപ്പുറം ബ്രാഞ്ച് വരുന്നത്. ഉള്ളതിനകത്തേക്ക് ഒരു ഡിസ്പ്ലേ സെന്റർ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷോപ്പാണ് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ആഷിഖ് ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വിളിക്കാം. അതുപോലെ തന്നെ EMI സൗകര്യം അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ കണ്ട ടൈല് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിച്ചേരും അല്ലേ? അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.